ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ എന്നോട് പറയാൻ? അത് എന്തല്ല ദിനേശനും ദാസനും. നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെയും എല്ലാം ചങ്കിൽ തീയാളുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും ഭരണം പിടിക്കാനായില്ല, തുടർ ഭരണം നിലനിർത്താനായില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം ജയിലിൽ പോകും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. CPM-ന്റെ പിന്നാമ്പുറ വർത്തമാനങ്ങൾ ഇത് തന്നെയാണ് എന്നാണ് സൂചന. ലാവ്ലിൻ കേസടക്കം സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രി പ്രതിയായിരിക്കുന്ന കേസ്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായിരിക്കുന്ന മാസപ്പടി കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിഗണനയിലിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകനും ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ED നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പലവിധ കേസുകളിൽ മുഖ്യമന്ത്രിയും കുടുംബവും പെട്ടുഴറുമ്പോൾ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള അധികാരവും മുഖ്യമന്ത്രിയുടെ പണത്തിന്റെ സ്വാധീനവും തന്നെയാണ് സുപ്രീം കോടതി പോലുള്ള ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ലാവ്ലിൻ കേസ്, മുഖ്യമന്ത്രി പ്രതിയായ ലാവ്ലിൻ കേസ് കുറേ വർഷങ്ങളായി തുടർന്നും ഏതാണ്ട് 37 പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതിയിൽ പിണറായി വിജയൻ പ്രതിയായ കേസ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഇത് എണ്ണപ്പെട്ട കേസായിരിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3.0 ആവർത്തിച്ച് തുടർ ഭരണം നേടാനായില്ല എന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശനിദശയ്ക്ക് ആരംഭമായിരിക്കും, മുഖ്യമന്ത്രിയുടെ പതനത്തിന് അത് കാരണമാകും എന്നൊക്കെയാണ് വിവക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഏതു വിധേനയും ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഖജനാവിൽ പൂച്ച വെത്തി കിടക്കുന്നു. അതായത് 5 പൈസ എടുത്ത് നെറ്റിയിൽ പോറാനില്ല, ദൈനംദിന കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല, അതിനൊരു ചെലവ് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് ധനമന്ത്രി ബാലഗോപാൽ തന്നെ വിലപിക്കുമ്പോൾ നാഴികയ്ക്ക് 40 വട്ടം മിനിറ്റിന് മുഖ്യമന്ത്രി പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, വാഗ്ദാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലാക്കാക്കി തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ സ്പാർക്ക് എന്ന വെബ്സൈറ്റിൽ നിന്നും 1 കോടിയിലധികം ആളുകളുടെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്ത് അവരുടെ വ്യക്തിഗതമായ രേഖകൾ അടിച്ചുമാറ്റി കളവ് നടത്തി അനധികൃതമായ ഇത്തരം ഇടപാടിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഒരു കളവിലൂടെ കരസ്ഥമാക്കിയ ഫോൺ നമ്പറുകളിലേക്ക് മുഖ്യമന്ത്രി സർക്കാരിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം അയക്കുന്നു. എല്ലാവർക്കും DA കുടിശ്ശിക തീർത്തിട്ടുണ്ട്, എല്ലാവരുടെയും മാസശമ്പളത്തോടൊപ്പം ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ ഒപ്പമുണ്ട്, ഇനിയും അത് തുടരും എന്നൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി തന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ നാട് നീളെ നടന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന മഹാമഹങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരോ സ്ഥലത്തും ഓരോ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അവിടെയും ഇവിടെയുമായി കല്ലുകൾ കുഴിച്ചിടുന്ന തിരക്കിലാണ്. ഈ കല്ല് കുഴിച്ചിടുന്ന തിരക്കിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും ഫലവൃക്ഷത്തിന്റെ തയ്യാണ് നട്ടതെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ അതിൽ നിന്ന് മാങ്ങയോ ചക്കയോ വാഴപ്പഴമോ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു എന്നാണ് ജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി ഉദ്ഘാടന മഹാമഹങ്ങളുടെ തിരക്കിലാണ്, കല്ലിടലിന്റെ തിരക്കിൽ തന്നെയാണ്. ഇതിനിടയിൽ ഖജനാവിൽ 5 പൈസ ഇല്ലെങ്കിലും ഞാനും എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രേക്ഷകരും അടക്കം റേഷൻ വാങ്ങിക്കുന്ന പണത്തിൽ നിന്ന് കിട്ടുന്ന നികുതി ഉൾപ്പെടെയുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിന് വെളിയിലുള്ള എല്ലാ മാധ്യമങ്ങളും, അച്ചടി ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെ വലിയ തല അടിച്ചു വെച്ചുകൊണ്ട് പരസ്യം കൊടുക്കുന്നു, സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നു, LDF വരും, ഒപ്പമുണ്ടാകും, ഇനിയും തുടരും, എല്ലാം ശരിയാകും എന്നൊക്കെ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ആകർഷകമായ ക്യാപ്ഷനുകൾ കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഫുൾ പേജ് പരസ്യങ്ങൾ ഓരോ അച്ചടി മാധ്യമങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നു. 2-3 പരസ്യങ്ങൾ തന്നെയാണ് ഒരു ദിവസം PR വകുപ്പിന്റെ കീഴിൽ നിന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം പണം എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ കടം കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാണ്, 6 ലക്ഷമല്ല 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് കേരളത്തിന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 വർഷം ഭരിച്ച് ഭരണമൊഴിയുമ്പോൾ 6 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് കേരളത്തിന് വരുത്തി വച്ചിരിക്കുന്നത്. കേരളത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ആയിരക്കണക്കിന് രൂപയുടെ കടബാധ്യത വരുത്തി വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ 10 വർഷത്തിന്റെ ഭരണം അവസാനിക്കുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ്. കേന്ദ്രത്തിൽ നിന്നും 5 പൈസ പോലും ഇനി കേന്ദ്രവിഹിതം കിട്ടാനില്ല എന്ന് പറയുമ്പോൾ കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം കൈനീട്ടി മുഖ്യമന്ത്രിയും കേരള സർക്കാരും കടം വാങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ കടബാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ബഹുമാന്യരായ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏത് വിധേനയും ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇടം വലം നോക്കാതെ മുൻപിൻ നോക്കാതെ മുഖ്യമന്ത്രി വീണ്ടും കടം വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. കഴിയാവുന്ന എല്ലാ മാധ്യമങ്ങളിലും പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അറിയപ്പെടുന്ന മാധ്യമങ്ങളിലും അറിയപ്പെടാത്ത മാധ്യമങ്ങളിലും 4 ആൾ പോലും വായിക്കാത്ത പത്രമാധ്യമങ്ങളിലും എന്തിന് യൂട്യൂബ് ചാനലുകൾക്ക് വരെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ മന്ത്രിമാരും ഇപ്പോൾ അഭിമുഖം വരെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് 2026 ഏത് വിധേനയും ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരളത്തിലെ അപാലവൃദ്ധ ജനങ്ങളുടെയും ഉള്ളിലേക്ക്
മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭരണ നേട്ടങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി യൂട്യൂബ് ചാനൽ വരെയുള്ള മാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കുവാൻ സർക്കാരും മുഖ്യമന്ത്രിയും ഇടതുപക്ഷ മന്ത്രിമാരും തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം പണം എവിടെ നിന്ന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാ മാധ്യമങ്ങളും തന്റെ നേട്ടങ്ങൾ മാത്രം ചർച്ച ചെയ്യണം, തനിക്ക് വീണ്ടും ഭരണം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രി ഇങ്ങനെ കൈവിട്ട കളി കളിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി ചെയ്യുന്നു. ഈ കളികളെല്ലാം ഒരുപക്ഷെ ഏശാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനു പുറമെ മറ്റൊരു ബ്രഹ്മാസ്ത്രം കൂടി മുഖ്യമന്ത്രി പ്രയോഗിച്ചിരിക്കുന്നു. മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാലുമായി മുഖ്യമന്ത്രി ഒരു സൗഹൃദ അഭിമുഖം എന്ന രീതിയിൽ PR വകുപ്പ് ഒരു അഭിമുഖം എടുത്തിരിക്കുന്നു. നാളെയും അതിനടുത്ത ദിവസങ്ങളിലുമായി ഏഷ്യാനെറ്റ് അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലും അത് പ്രസിദ്ധീകരിക്കും. മുഖ്യമന്ത്രിയോട് രാഷ്ട്രീയ ചോദ്യങ്ങളൊന്നും മോഹൻലാൽ ചോദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയന്റെ 2 ടേം ഭരണത്തിനിടയിലും ഒരിക്കൽ പോലും ഇത്തരം ഒരു മോഹൻലാലുമായി സൗഹൃദമായ ഒരു ഇന്റർവ്യൂ മുഖ്യമന്ത്രി എടുത്തിട്ടില്ല. മുഖ്യമന്ത്രി ഭരണം വിട്ടൊഴിയുമ്പോൾ 2026 തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോഴാണ് മോഹൻലാലിനെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി സൗഹൃദ അഭിമുഖം എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മോഹൻലാലിന് കേരളത്തിലെ സ്ത്രീകൾക്കും യുവാക്കൾക്കും ഇടയിലുള്ള സ്വാധീനം കണക്കിലെടുത്തുകൊണ്ട് ഈ അഭിമുഖം പുറത്തു വരുന്നതോടുകൂടി മുഖ്യമന്ത്രിയും മോഹൻലാലും തമ്മിലുള്ള സൗഹൃദവും അതുവഴി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിൽ നിന്ന് കിട്ടാവുന്ന വോട്ടുകളെല്ലാം സ്വാംശീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി PR വകുപ്പ് തയ്യാറാക്കിയ ഈ അഭിമുഖം നാളെ മുതൽ ചാനലുകളിൽ കാണാൻ സാധിക്കും. ഇതും മുഖ്യമന്ത്രിയുടെ ഇടതുപക്ഷത്തിന്റെ മറ്റൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ്. മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് നിന്നു കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സാധാരണക്കാരന് ഉപ്പ് തൊട്ട് കർപ്പൂരം വില കൂടി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മോഹൻലാലിന് നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില അറിയാമോ എന്നുള്ളത് അറിയില്ല. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ 1 വർഷത്തിലേറെ സമരമിരുന്നു. കേരളത്തിലെ ഇന്ത്യയിലെ ദിവസക്കൂലി ശരാശരി കൂലിയായ 600 രൂപയെങ്കിലും തങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് 1 രൂപ പോലും അവർക്ക് കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി ചർച്ച എന്ന രീതിയിൽ ഒരു പ്രഹസനത്തിന് വിളിച്ചു വരുത്തി അവരെ നിരാശരാക്കി വീണ്ടും വിടുന്ന കാഴ്ചയാണ് കണ്ടത്. ആരോഗ്യ മേഖലയിൽ അമ്പേ പരാജയം തന്നെയാണ്. അതായത് സമ്പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മോഹൻലാൽ അറിഞ്ഞോ അറിയാതെയോ മുഖ്യമന്ത്രിക്ക് ഒരു സൗഹൃദ അഭിമുഖം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാലിനെ വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് മോഹൻലാൽ മുഖ്യമന്ത്രിയുമായി നടത്തുന്ന അഭിമുഖം കണ്ട് എല്ലാവരും മോഹൻലാലിന്റെ ആരാധകരെല്ലാവരും മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്യും എന്ന് മുഖ്യമന്ത്രി ദിവാസ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ്. കേരളത്തിലെ ജനത സിനിമാക്കാരുടെ പുറകെ പോകുന്നവരല്ല. സിനിമാ നടന്മാരെയും കലാകാരന്മാരെയും എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിലും തമിഴ്നാട് പോലെയോ ആന്ധ്രാപ്രദേശ് പോലെയോ സിനിമയ്ക്ക് അടിമപ്പെട്ടവരല്ല. സിനിമയിലെ കഥാപാത്രങ്ങളുടെ അടിമകളല്ല കേരളത്തിലെ ആളുകൾ. അഥവാ കഥാപാത്രങ്ങൾ ഇഷ്ടമാണെങ്കിൽ, സിനിമ അഭിനയിക്കുന്ന നടന്മാരെ ഇഷ്ടമാണെങ്കിൽ അവരുടെ സ്വാധീന വലയത്തിൽ മുങ്ങി അവർക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുന്ന ജനമല്ല കേരളത്തിലെ ജനത. പ്രബുദ്ധരായ ജനത തന്നെയാണ്. സാംസ്കാരിക അവബോധമുള്ളവരാണ്, രാഷ്ട്രീയ അവബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നാടിന്റെ ഗതിവിഗതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നാടിന്റെ വികസന സ്വപ്നങ്ങൾ, ജീവിത പശ്ചാത്തലം ഒരുക്കുന്നവരെ തേടിപ്പിടിച്ച് മാത്രം വോട്ട് ചെയ്യുന്ന രീതിയാണ് കേരളത്തിൽ ജനതയ്ക്കുള്ളത്. ഒരു മോഹൻലാലിനെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ചിരിച്ച് സംസാരിച്ചുകൊണ്ട് മാത്രം വോട്ട് കിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും പറയുന്നത്. കാരണം മോഹൻലാലും ഒരുമിച്ചുള്ള അഭിമുഖത്തിലെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ചല്ലോ. സാധാരണ മുഖ്യമന്ത്രി ചിരിച്ച് നമ്മൾ കാണാറില്ല. മാത്രമല്ല അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാറില്ല. മുഖ്യമന്ത്രി ആകാശവാണി ഓൺ ചെയ്ത് വെച്ചതുപോലെ മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചോദ്യങ്ങൾ ഇഷ്ടപ്പെടില്ല. ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അസഹിഷ്ണുതയോടുകൂടി മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകുന്ന ആളെയാണ് നമ്മൾ കാണാറുള്ളത്. കടന്നല കുത്തിയ മുഖഭാവത്തോടു കൂടി അല്ലാതെ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ മോഹൻലാലുമായി സംസാരിക്കുന്ന അഭിമുഖത്തിൽ മുഖ്യമന്ത്രി വളരെ സുന്ദരനായി ചിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ മോഹൻലാലുമായി സംസാരിക്കുമ്പോഴെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചിരിക്കാൻ അറിയാം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലായല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവും തുറന്നടിച്ചത്. എന്തായാലും മോഹൻലാലിനെ ഉപയോഗിച്ചുകൊണ്ട് തുടർ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ജയിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി കരുക്കൾ നീക്കിയിരിക്കുന്നു. ആ കരുക്കളിൽ മോഹൻലാൽ കൂടി വശംവദനായിരിക്കുന്നു. മോഹൻലാലിനും മുഖ്യമന്ത്രിക്കൊപ്പം നിന്നുകൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ രാഷ്ട്രീയ നിരീക്ഷകർ ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മോഹൻലാലുമായി മുഖ്യമന്ത്രി നടത്തിയ അഭിമുഖം മുഖ്യമന്ത്രിക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിച്ച് 3.0 തുടർഭരണം ആവർത്തിക്കുവാനുള്ള അവസരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ എന്നോട് പറയാൻ? അത് എന്തല്ല ദിനേശനും ദാസനും ഒക്കെ